ഇന്നുണ്ടല്ലോ നമുക്ക് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സ് നമ്മുടെ കാറിലിരുന്നൊന്ന് സെറ്റ് ചെയ്യുന്നത് കണ്ടു നോക്കാം. നോർമലി ക്രാഫ്റ്റേഴ്സിൻ്റെ ടേബിളിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലോ ഓഫീസിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കഷ്ടപ്പെട്ട് കാറിലിരുന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കസ്റ്റമൈസ്ഡ് കുനാഫ ചോക്ലേറ്റും അതേപോലെ തന്നെ 2 ഡയറി മിൽക്കുമാണ് ചെയ്തെടുക്കാനുണ്ടായിരുന്നത്. സോ പ്രിൻറ്റിൻ്റെ സൈസ് വന്നിട്ട് ഈ ഒരു ടൈപ്പ് കുനാഫ ചോക്ലേറ്റിനും അതേപോലെ ഒരു മീഡിയം സൈസിലുള്ള ഡയറി മിൽക്കിൻ്റെയും സൈസ് എടുത്തിട്ടുള്ളത് 12-15 സെൻറ്റിമീറ്ററാണ്. ഒരുപാട് ക്രാഫ്റ്റേഴ്സ് എൻ്റെ അടുത്ത് ഓരോ ചോക്ലേറ്റ്സും ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോർമലി ചെയ്യാറുള്ളത് നമ്മളെ ചോക്ലേറ്റ്സിൻ്റെ സൈസ് ഒന്ന് സ്കെയിൽ യൂസ് ചെയ്തിട്ട് അളന്നെടുക്കും. അതിനേക്കാട്ടിലും 2 സെൻറ്റിമീറ്റർ പ്ലസ് താഴെയാണെങ്കിലും മേലെയാണെങ്കിലും, അതായത് വീതിയാണെങ്കിലും നീളമാണെങ്കിലും നമ്മൾ 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഇത് അതുപോലെ കുനാഫ ചോക്ലേറ്റിൻ്റെ സൈസ് വെച്ച് നോക്കിയാൽ ബോക്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് പാകാവുണ്ടായിരുന്നില്ല. അപ്പം ബോക്സിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഷീറ്റിനകത്ത് 3-4 പ്രിൻ്റ് ഒരുമിച്ച് എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡിലെ എഡ്ജസ് 4 ഭാഗത്തും 1 സെൻറ്റിമീറ്റർ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കും. അത് പ്രോപ്പറായിട്ട് നമുക്ക് ഗമ്മോ കാര്യങ്ങളോ ഇല്ലാതെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. ആൻഡ് അതിന് ശേഷമാണ് നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് മിൽക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം എഡ്ജസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കത്രിക ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. ഈ ഒരു കത്രിക വാങ്ങിയതിന് ശേഷമാണ് പ്രോപ്പറായിട്ട് ചോക്ലേറ്റ്സിൻ്റെ കട്ടിങ് ഒന്ന് പെർഫെക്ഷനിൽ കിട്ടാൻ തുടങ്ങിയത്. സോ കത്രികയുടെ ലിങ്ക് വേണ്ടവരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ ഇതായിരുന്നു കേട്ടോ നമ്മളെ ചോക്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.